ഈ നവകേരള സദസ്സ് പങ്കെടുക്കാത്തവരെ കുറിച്ച് നേരത്തെ തൊട്ട് പലയിടങ്ങളിൽ നിന്നും പല അഭിപ്രായം വന്നിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവരുന്നു, അതോടൊപ്പം നമ്മുടെ ഈ അയൽക്കൂട്ട കൂട്ടായ്മയിൽ നിന്നുള്ള ആളുകൾ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും പങ്കെടുക്കാതിരുന്നവർക്കെതിരെ ഒരു പ്രതികാര നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതി. അത് പ്രധാനമായിട്ടും വരുന്ന ആനാട് പഞ്ചായത്തിലെ 300 കോണം വാർഡിലെ 16 തൊഴിലാളികളാണ് പറയുന്നത്. പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൊഴിലെടുക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 2 ആഴ്ച മുമ്പും ഇതേ വാർഡിൽ ഇതേ പരാതി ഉണ്ടായി എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ ഇവിടെ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്ന പേരിൽ മാറി നിൽക്കാൻ പണിക്ക് നിർത്തണമെന്ന് മേറ്റിനോട് ആവശ്യപ്പെട്ടതാണ് മേറ്റ് ഞങ്ങൾ മറുപടി പറഞ്ഞത്. ഈ 2 ആഴ്ച മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ട്. അടുത്ത ആ വാർഡിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പിന് പണി മുടക്കിയപ്പോൾ 4 പേരെ മാറ്റി നിർത്തി. അപ്പോൾ അവരെ മക്കളുടെ പേരടിച്ചില്ല. കൂടെ ഒന്ന് സെക്രട്ടറി കണ്ടു, അവർ പരാതി കൊടുത്തതിന് പേര് അന്ന് തന്നെ അവർക്ക് പിറ്റേ ദിവസം മക്കളുടെ പേരടിച്ചു കൊടുത്ത് അവരെ ജോലി. ഞങ്ങളെ പണിക്ക് വിളിച്ചില്ല. ഇന്ന് പണി തുടങ്ങി, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. നവകേരളത്തിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് വാക്കൂലായിരുന്നു, ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് 16 പേർക്ക് മക്കളടിച്ചെന്ന് പറയുന്നത് ഞങ്ങളടുത്ത് ആരെയും അറിയിച്ചതുമില്ല, ഞങ്ങളെ ആരും വിളിച്ചതുമില്ല. മാറ്റിന് രാവിലെ ഫോൺ ചെയ്തിട്ട് മാറ്റി ഫോൺ എടുത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ വന്നത്. സെക്രട്ടറി മാറ്റിനെ വിളിപ്പിച്ചപ്പോൾ മാറ്റി ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങളെ അറിയിച്ച് ഞങ്ങൾ ചെല്ലാത്തതാണ്. ജിബിൻ വിശദാംശങ്ങളുമായി നമ്മുടെ ചേരുന്നുണ്ട്. ജിബിൻ, എന്താ സംഭവം ശരിക്കും? അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ആനാട് ഗ്രാമപഞ്ചായത്തിനെതിരെ സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ മുൻപ് വന്നിരുന്നു. ഈ ആനാട് പഞ്ചായത്തിലെ തന്നെ മന്നൂർക്കോണം വാർഡിലുള്ള 16 പേരെയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പണിയിൽ നിന്ന് അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ മസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് തൊഴിലുറപ്പിന്, അതായത് ഇവരുടെ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കഴിഞ്ഞിരിക്കുക. അതായത് കാലാകാലങ്ങളായിട്ട് തന്നെ ഇവർ തൊഴിലുറപ്പിൻ്റെ സ്ഥിരം തൊഴിലാളികളാണ്. മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് പണിക്കായി ഇവർ എത്തിയപ്പോഴാണ്, തുടർ പണികൾക്കായി എത്തിയപ്പോഴാണ് ഈ 16 പേരെയും പണികൾ ചെയ്യാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തിയത്. ഇതിനുള്ള കാര്യം അവർ അന്വേഷിച്ചപ്പോഴാണ് ഇവർ ഈ 16 പേരും നവകേരള സദസ്സിന് പങ്കെടുത്തിരുന്നില്ല. ഇവർക്ക് അതായത് ഈ മാറ്റിൻ്റെ നേതൃത്വത്തിൽ, വാർഡ് മെമ്പറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവർക്ക് കൃത്യമായി നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന് ഇവരെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഈ 16 പേരും നവകേരള സദസ്സിന് പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഈ പണിയിൽ നിന്ന്, അതായത് ഇവരുടെ തൊഴിൽ നിഷേധിച്ചത് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് എന്നാണ് മെമ്പർ ഇവരെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 16 പേരും ആനാട് ഗ്രാമപഞ്ചായത്തിലെത്തി സെക്രട്ടറിക്ക് പരാതി നൽകുന്നത്. തുടർന്ന് സെക്രട്ടറി ഈ വാർഡ് മെമ്പറെ കോൺടാക്ട് ചെയ്തപ്പോൾ വാർഡ് മെമ്പർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടല്ല, ഇവർക്ക് മുൻകൂട്ടി ഇവരോട് പണിയുടെ കാര്യം പറഞ്ഞിരുന്നിട്ടും ഇവർ കൃത്യമായി എത്താത്തത് കൊണ്ടാണ് ഈ 16 പേരെ മാറ്റി നിർത്തിയത് എന്നാണ് വാർഡ് മെമ്പർ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. പക്ഷേ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും പറയുന്നത് അങ്ങനെയല്ല. അവരെ മുൻകൂട്ടി പണിയുടെ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ അവർ കൃത്യമായി എത്തുമായിരുന്നു. എന്തുകൊണ്ട് തങ്ങളെ ഈ 16 പേരെ മാറ്റി നിർത്തിയെന്ന് മെമ്പറോട് ചോദിച്ചപ്പോൾ മെമ്പറും മാറ്റും പറഞ്ഞത് ഇക്കാര്യമാണ്. അതായത് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തിയെന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ എന്തായാലും ആനാട് ഗ്രാമപഞ്ചായത്തിനെതിരെ സമാനമായ രീതിയിലുള്ള പരാതി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന 16 പേരെ മാത്രമാണോ ഇപ്പൊ നിലവിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിളിക്കാത്തുള്ളൂ, അതോ വേറെ ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, അതായത് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത 16 പേരാണ് ഈ ഒരു തൊഴിലുറപ്പ് മന്നൂർക്കോണം വാർഡിൽ തൊഴിലുറപ്പിനുണ്ടായിരുന്നത്. ഈ 16 പേരെ മാത്രമാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പരാതി നൽകിയതും ഇതുപോലെയാണ്. അന്നും മാറ്റി നിർത്തിയിരുന്നത് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവരെയാണ് അന്നും പണി നിഷേധിച്ച് മാറ്റി നിർത്തിയിരുന്നത്. ഇന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്തെങ്കിലും വിശദീകരണം പറയുന്നുണ്ടോ? ഇവർ തിരിച്ച് തൊഴിലേക്ക് എടുക്കുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉറപ്പ് പറയുന്നുണ്ടോ? നിലവിൽ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പഞ്ചായത്ത് വാർഡ് മെമ്പറുമായിട്ടും ഈ തൊഴിലുറപ്പിൻ്റെ മാറ്റുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷം ഇവരെ പങ്കെടുപ്പിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പഞ്ചായത്ത് സെക്രട്ടറി ഇവർ പരാതി നൽകിയപ്പോൾ തന്നെ ഈ 16 പേരും ഇന്ന് രാവിലെ പരാതിയായി എത്തിയപ്പോൾ തന്നെ അവർ കൃത്യമായി വാർഡ് മെമ്പറെ സമീപിച്ചിരുന്നു. അപ്പോഴാണ് വാർഡ് മെമ്പർ, അതായത് ഇവരെ മുൻകൂട്ടി പണി അറിയിച്ചിട്ടും ഇവർ കൃത്യമായി എത്താത്തത് കൊണ്ടാണ് ഇവരെ ഈ ഒരു തൊഴിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് വാർഡ് മെമ്പർ സെക്രട്ടറി അറിയിച്ചത്.